ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ഹിയർ ഇറ്റ് ഇൻ മലയാളം. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഇൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർവൽ യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ പലരും താനോസ് എന്നാണ് പറയുക. പക്ഷേ മാർവൽ കോമിക്സിന്റെ ചരിത്രം അറിയുന്നവർക്ക് ഉത്തരം മറ്റൊന്നാണ്. താനോസിനെ പോലും തോൽപ്പിച്ച മനുഷ്യൻ, ഫെന്റാസ്റ്റിക് ഫോറിന്റെ ജീവിതകാല ശത്രു, അയൺമാന്റെ ബുദ്ധിയും ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മാന്ത്രിക വിദ്യയും ഒന്നിച്ച് ഒരു മനുഷ്യനിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അവന്റെ പേരാണ് ഡോക്ടർ വിക്ടർ വോം ഡൂം. എന്നാൽ ഒരു ചോദ്യം, ഇത്രയും ശക്തനായ ഈ മനുഷ്യൻ ജന്മനാ വില്ലനായിരുന്നോ? ഒരു ചെറിയ രാജ്യത്ത് ജനിച്ച തന്റെ അമ്മയെ മാത്രം രക്ഷിക്കാൻ ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു വിക്ടർ വോം ഡൂം. എന്നാൽ വിധി അവനെ ലോകം പേടിപ്പിക്കുന്ന ഡോക്ടർ ഡൂം ആക്കി മാറ്റി. യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് ലാറ്റ്വീരിയ എന്നൊരു ചെറിയ രാജ്യമുണ്ട്. പുറമേ കാണുമ്പോൾ മനോഹരമായ രാജ്യം, പക്ഷേ അതിനുള്ളിൽ ദാരിദ്ര്യവും ക്രൂരമായ ഭരണാധികാരികളും പിന്നെ അനീതിയും മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെയാണ് വിക്ടർ വോം ഡൂം ജനിച്ചത്. വിക്ടറിന്റെ അച്ഛൻ വേനർ വോം ഡൂം ഒരു സാധാരണ ഡോക്ടർ, പാവപ്പെട്ടവർക്കും വിശന്നു വരുന്നവർക്കും സഹായം ചെയ്തിരുന്ന ഒരു നല്ലൊരു മനുഷ്യൻ. വിക്ടറിന്റെ അമ്മ സിൻഡിയ വോം ഡൂം അവരൊരു സാധാരണ സ്ത്രീയല്ല, അവൾ ശക്തിയായ ഒരു മന്ത്രവാദിയായിരുന്നു. പക്ഷെ അവൾ ഉപയോഗിച്ചിരുന്ന മാന്ത്രിക വിദ്യ സാധാരണ മാന്ത്രിക വിദ്യ അല്ലായിരുന്നു, അതൊരു ഡാർക്ക് മാജിക് ആയിരുന്നു. അവിടുത്തെ ക്രൂരനായ ഭരണാധികാരിയിൽ നിന്നും സ്വന്തം ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സിന്ധിയ മെഫിസ്റ്റോ എന്ന ഡെവിളുമായി ഒരു കരാറുണ്ടാക്കുന്നു. മെഫിസ്റ്റോ സിന്ധ്യയ്ക്ക് ശക്തി നൽകിയെങ്കിലും അതിൽ വലിയൊരു ചതി ഒളിപ്പിച്ചിരുന്നു. സിന്ധ്യ തന്റെ ശക്തി ഉപയോഗിച്ച് സൈനികരെ കൊല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിരപരാധികളായ കുട്ടികളും ഒപ്പം മരിച്ചു വീഴാൻ തുടങ്ങി. ഇത് കണ്ട് ഭയന്ന് സിന്ധ്യ മന്ത്രവാദം അപ്പോൾ തന്നെ നിർത്തുകയാണ്. പരിക്കേറ്റ ഒരു സൈനികൻ അവളെ വാളാൽ കുത്തുന്നു. കുത്തേറ്റ സിന്ധ്യ എങ്ങനെയോ ഓടി കാട്ടിലെത്തുകയും സ്വന്തം ഭർത്താവായ വേണറിന്റെ കയ്യിൽ കിടന്നാണ് മരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് സ്വന്തം മകനായ വിക്ടർ ഒരിക്കലും ഈ ബ്ലാക്ക് മാജിക് വഴി പോകരുത് എന്ന് വേണറിനോട് സത്യം ചെയ്ത് വാങ്ങുന്നുണ്ട് അവൾ. അങ്ങനെ സിന്ധ്യ മരിക്കുകയും അവളുടെ ആത്മാവ് മെഫിസ്റ്റോ തന്റെ തടവിലാക്കുകയും ചെയ്യുന്നു. ആ രാത്രി വിക്ടർ വോം ഡൂം ഒരു കാര്യം തീരുമാനിക്കുന്നു. എന്ത് വില കൊടുത്തും തന്റെ അമ്മയുടെ ആത്മാവ് തിരികെ കൊണ്ടുവരണം. ആ തീരുമാനമാണ് മാർവൽ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ അപകടകാരിയായ മനുഷ്യനെ സൃഷ്ടിച്ചത്. വർഷങ്ങൾ കടന്നു പോവുകയാണ്. ശാസ്ത്രവും മാന്ത്രികവിദ്യയും ഒരുമിച്ച് പഠിച്ച ആദ്യ മനുഷ്യരിൽ ഒരാളായി വിക്ടർ മാറുകയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആവുക എന്ന് മാത്രമായിരുന്നില്ല അവന്റെ ലക്ഷ്യം. അവന് വേണ്ടിയിരുന്നത് അവന്റെ അമ്മയുടെ ആത്മാവിനെ തിരിച്ച് നഗരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി. അതിനുവേണ്ടി അയാൾ രാപ്പകലില്ലാതെ പരീക്ഷണങ്ങൾ നടത്തി. സയൻസ്, മാജിക്, ക്വാണ്ടം ഫിസിക്സ് ഇതെല്ലാം ഒരുമിച്ച് പരീക്ഷണങ്ങൾ അയാൾ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വിക്ടറിന്റെ കഴിവ് ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങി. അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൽ നിന്ന് അവന് ക്ഷണവും ലഭിച്ചു. അങ്ങനെ വിക്ടർ ലാറ്റ്വീരിയ വിട്ട് അമേരിക്കയിലേക്ക് യാത്രയായി. പക്ഷേ അവിടെ അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരാളെ കണ്ടുമുട്ടാനിടയായി. അയാളുടെ പേരാണ് റീഡ് റിച്ചാർഡ്സ്. ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ അവർ സുഹൃത്തുക്കളായി. രണ്ടുപേരും ലോകത്തിൽ തന്നെ ബുദ്ധിമാനായ വിദ്യാർത്ഥികൾ. പക്ഷെ ഓരോ പരീക്ഷയിലും ഓരോ കണ്ടുപിടുത്തത്തിലും ഒരാൾ മറ്റേയാളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അത് പതിയെ പതിയെ ഒരു ഈഗോ ക്ലാഷിലേക്ക് മാറുകയും ചെയ്തു. ഒരു ദിവസം വിക്ടർ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു യന്ത്രം നിർമ്മിക്കാൻ തുടങ്ങി. അത് മറ്റൊരു ഡയമെൻഷനിലേക്ക് വാതിൽ തുറക്കാൻ കഴിയുന്ന ഒരു ഉപകരണമായിരുന്നു. വിക്ടർ വിശ്വസിക്കുന്നത് ഈ യന്ത്രം പ്രവർത്തിച്ചാൽ അമ്മയുടെ ആത്മാവിനെ തിരികെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ റീഡ് ആ യന്ത്രത്തിൽ വലിയൊരു പിഴവ് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ആ യന്ത്രം പ്രവർത്തിപ്പിക്കരുതെന്ന് വിക്ടറിന് താക്കീതും നൽകി. വിക്ടർ റീഡിന്റെ മുന്നറിയിപ്പ് കേട്ടില്ല. തന്റെ അമ്മയുടെ ആത്മാവിനെ തിരികെ കൊണ്ടുവരാനുള്ള ആഗ്രഹം അവനെ അന്ധമാക്കി. യന്ത്രം പ്രവർത്തിക്കാൻ തുടങ്ങി. ആദ്യ കുറച്ച് സെക്കൻഡുകൾ എല്ലാം വിക്ടർ വിചാരിച്ച പോലെ തന്നെയായിരുന്നു നടന്നത്. പക്ഷേ റീഡ് കണ്ട ആ പിഴവ് ഇപ്പോൾ ഒരു വലിയൊരു ദുരന്തമായി മാറി. അത് വലിയൊരു സ്ഫോടനത്തിനിടയായി. വിക്ടർ ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ മുഖം മുന്നത്തെ പോലെ ആയിരുന്നിരുന്നില്ല. കണ്ണാടിയിലേക്ക് നോക്കിയ വിക്ടർ തന്റെ മുഖം കണ്ട് ഒരു നിമിഷം പകച്ചു നിന്നു. അപകടത്തിൽ വിക്ടർ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി, റീഡ് റിച്ചാർഡ്സ്. യഥാർത്ഥത്തിൽ അപകടത്തിന് കാരണം വിക്ടറിന്റെ സ്വന്തം അഹങ്കാരമായിരുന്നു എന്ന് അയാൾ സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അപകടശേഷം വിക്ടർ അമേരിക്ക വിടുകയാണ്. ലോകം മുഴുവനും ചുറ്റി. അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശാസ്ത്രം മാത്രം പോരാ എന്ന് അവൻ മനസ്സിലാക്കി. അവന്റെ യാത്ര അവനെ ടിബറ്റിലെ രഹസ്യ സന്യാസിമാരുടെ അടുത്തേക്ക് എത്തിച്ചു. അവിടുന്ന് വിക്ടർ ആദ്യമായി മനസ്സിന്റെ ശക്തി എന്താണെന്ന് പഠിച്ചു. മന്ത്രവിദ്യ, ധ്യാനം, പുരാതന രഹസ്യങ്ങൾ എല്ലാം അഭ്യസിച്ചു. ഒടുവിൽ അവനൊരു കവചം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ശക്തമായ ഒരു കവചം. അവൻ ആ ചുട്ടുപൊള്ളുന്ന ഇരുമ്പ് മാസ്ക് സ്വന്തം മുഖത്തേക്ക് ധരിച്ചു. ആ വേദന അവന്റെ ശരീരം മാത്രമല്ല അവന്റെ മനസ്സിനെയും മാറ്റിമറിച്ചു. ആ നിമിഷം തന്നെ വിക്ടർ വോം ഡൂം മരിച്ചു. ജനിച്ചത് ഡോക്ടർ ഡൂം. ലറ്റ്വേരിയയിലേക്ക് തിരിച്ചെത്തിയ ഡോക്ടർ ഡൂം ആദ്യം ചെയ്തത് തന്റെ രാജ്യത്തെ നിയന്ത്രിച്ചിരുന്ന ക്രൂരനായ ഭരണാധികാരിയെ പുറത്താക്കി എന്നതാണ്. ജനങ്ങൾ ആദ്യം അവനെ ഭയന്നു, പിന്നീട് അവനെ രാജാവായി സ്വീകരിച്ചു. ഇനി വിക്ടർ ഒരു സയന്റിസ്റ്റോ മന്ത്രവാദിയോ രാജാവോ മാത്രമല്ല, ലോകം പേടിക്കുന്ന ഡോക്ടർ ഡൂമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മാർവൽ സിനിമകളിൽ നമ്മൾ കണ്ട ഡോക്ടർ ഡൂമും ഈ കഥയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനാണ്. 2005 പുറത്തിറങ്ങിയ ഫെന്റാസ്റ്റിക് ഫോർ എന്ന സിനിമയിൽ വിക്ടർ വോം ഡൂമിന്റെ മറ്റൊരു ഒറിജിനൽ സ്റ്റോറിയാണ് നൽകിയിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ ഫെന്റാസ്റ്റിക് ഫോറിൽ വിക്ടർ ഡൂം എങ്ങനെ ഫെന്റാസ്റ്റിക് ഫോറിനോടൊപ്പം സ്പേസിൽ പോയി, എന്തുകൊണ്ടാണ് അവൻ ഫെന്റാസ്റ്റിക് ഫോറിന്റെ ഏറ്റവും വലിയ ശത്രുവായത്, അതിന്റെ മുഴുവൻ കഥയും നമുക്ക് സിനിമയിലെ ഓരോ പ്രധാന ഭാഗങ്ങളും ചേർത്ത് അടുത്ത വീഡിയോയിൽ കാണാം.